ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബിഗ് ബേബി സീസൺ 2-ന്റെ 12ാമത്തെ എപ്പിസോഡാണ്. കഴിഞ്ഞ എപ്പിസോഡ് എന്തെങ്കിൽ അലനാണെങ്കിൽ ചാർലിയുടെ ബ്ലഡ് ടോണിക്ക് കൊണ്ടുകൊടുക്കുകയും എന്നിട്ടും അലനെ വിടാതെ ടോണി പിടിച്ചു വെച്ചിട്ട് നീയാണെങ്കിൽ ഒരു കാര്യം കൂടെ ചെയ്യണം, ബേബേനെ എൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ടായിരുന്നു എൻ്റെ അതേ സെയിം സീനാണ് സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. അത് പറയുമ്പോഴത്തേക്കും അലൻ പറയുന്നുണ്ട്, ഇല്ല ബേബേനെ ഇതിൻ്റെ അകത്തേക്ക് വലിച്ചിടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. ടോണി അപ്പോൾ നിനക്കതിന് എൻ്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നുണ്ടോ? പിന്നെ ഇനിയിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ തന്നെ നീയാണെങ്കിൽ ബാക്കിയുള്ളവരടുത്ത് പോയിട്ട് നീ എൻ്റെ കൂടെ കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു, അവരെ ചതിച്ചു എന്നുള്ള സത്യം നീ തുറന്നു പറയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നെ ആ സമയം അങ്ങോട്ടേക്ക് വന്നിട്ട് ചാർലിയുടെ ബ്ലഡ് എന്ന് പറഞ്ഞ് തന്നത് ടെസ്റ്റ് ചെയ്ത് നോക്കി, അത് ശരിക്കും ചാർലിയുടെ ബ്ലഡ് തന്നെയാണെന്ന് പറയുന്നുണ്ട്. ആ ടൈമിന് ടോണി ആണെങ്കിൽ അലൻ്റെ അടുത്ത് നീ ഒരു നല്ല കാര്യം ചെയ്തല്ലേ, അതിന് പകരമായിട്ട് ഡീനിനെ കാണാനായിട്ട് ഞാൻ സമ്മതിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ ഡീന് കോമയിലായി കിടക്കുന്ന ആ ഒരു റൂമിലേക്ക് കൊണ്ടുവിടുന്നുണ്ട്. അങ്ങനെ അലനാണെങ്കിൽ കുറച്ചു നേരം ഡീനിൻ്റെ അടുത്ത് ചെന്ന് അവനെ നോക്കുന്നുണ്ട്. അടുത്ത് ജെഫിനെ കാണിക്കുമ്പോഴത്തേക്കും ജെഫ് ഇപ്പോൾ രാവിലെ ഉറക്കം എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്കും അലനെ കാണാനില്ല. അവനാണെങ്കിൽ റൂം ഫുൾ അന്വേഷിക്കുന്നുണ്ട്. അലൻ എവിടെയാണെന്ന് അറിയത്തേ ഇല്ല. രാവിലെ അവൻ എഴുന്നേറ്റപ്പോൾ തൊട്ട് അലനെ കണ്ടിട്ടേ ഇല്ല. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ജെഫ് ഉറങ്ങിക്കഴിഞ്ഞതും അലനാണെങ്കിൽ രാത്രി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. എന്നാൽ അവങ്ങനെ നോക്കുന്ന ടൈമിനാണ് അലൻ കയറി വരുന്നത്. ജെഫ് അങ്ങനെ എവിടെ പോയതാ, ഇവിടെ ഇല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അലനാണെങ്കിൽ ഇല്ല ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ രാവിലെ ഒന്ന് ഓടാനൊക്കെ ആയിട്ട് പുറത്തേക്ക് പോയി എന്ന് പറയുന്നുണ്ട്. ജെഫ് അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടാണ് പോയത് എന്ന് ചോദിക്കുമ്പോൾ അലനാണെങ്കിൽ ഏത് ഡ്രസ്സ് ഇട്ടാൽ എന്താ, ഏതെങ്കിലുമൊക്കെ ഇട്ട് അങ്ങോട്ട് ഓടാൻ പോയാൽ പോരെ, പിന്നെ നിനക്ക് വിശക്കുന്നുണ്ടോ, ഞാൻ ഇതിലായിട്ട് ഫുഡൊന്നും കുക്ക് ചെയ്തില്ല, നമുക്ക് ഇന്ന് പുറത്ത് പോയി കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫ് ആണെങ്കിൽ ഓക്കെ ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാൻ, നീ ആണെങ്കിൽ പോയി കുളിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് ബേബിനെയാണ്. ഇപ്പോൾ ചാർലിക്ക് അവൻ്റെ ആ ഒരു പവറൊക്കെ കൂടിയിട്ട് അവൻ്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ചാർലിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് ഞാൻ നിനക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാം, നിനക്കെല്ലാം ഓർമ്മ വരും എന്ന് പറഞ്ഞിട്ട് ചാർലിയുടെ ലാപ്ടോപ്പ് ഇരിക്കുന്നതും ചാർലി വർക്ക് ചെയ്യുന്ന സ്ഥലവും അവരുടെ കിച്ചണും പിന്നെ അവരുടെ ഒരുമിച്ചുള്ള ഫോട്ടോസും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചാർലിയെ സമയം ബേബിയുടെ അടുത്ത് നിങ്ങൾ ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു റേസറാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ബേബി ഇപ്പോൾ ഞാൻ മാത്രമല്ല നീ ഒരു റേസറാണ് എന്ന് പറയുമ്പോൾ ചാർലി അത് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഒരുമിച്ച് റേസിങ്ങിൻ്റെ സ്യൂട്ട് ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ബേബി കാണിച്ചു കൊടുക്കുന്നുണ്ട്. ചാർലി ഇപ്പോൾ ശരിക്കും എനിക്കും റേസ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ബേബി ആണെങ്കിൽ അറിയാം, നിന്നെ റേസിങ് പഠിപ്പിച്ച ഞാൻ തന്നെയാണ്, നീയാണെങ്കിൽ വെറും ഒരു റേസറല്ല ശരിക്കും ഒരു അടിപൊളി റേസറാണ്, നമ്പർ 1 നിൽക്കുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ചാർലിയുടെ തന്നെ റേസിങ്ങിൻ്റെ ഗ്ലൗസ് അതെടുത്ത് കൊടുത്തിട്ട് നീ അത് ഇട്ട് വെക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെ ചാർലി ഇതിട്ടിട്ട് കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ബേബി അപ്പോഴെല്ലാം തന്നെ നിനക്ക് എന്തായാലും ഓർമ്മ വന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ചാർലിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. ആ ഒരു മറുപടി ബേബിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാക്കുന്നതായിരുന്നു. എന്നാലും ബേബി എങ്ങനെയെങ്കിലും ഞാനാണെങ്കിൽ അവൻ്റെ ഓർമ്മ തിരിച്ചു കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത ചാർലിനെ നേരെ അലൻ്റെ ഗ്യാരേജിൽ കൊണ്ടുവരാണ്. അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ട് അലനെയും പിന്നെ നമ്മുടെ ചാർലിക്ക് അവൻ്റെ അനിയനായുള്ള ജെഫിന് ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ബേബി അലനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇത് ജെഫിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നൊക്കെ. എന്നിട്ട് നോർത്തിനെയും സോണിക്കിനെയൊക്കെ കാണിക്കുന്നുണ്ട്. ആ ടൈമിന് ബേബി ആണെങ്കിൽ നോർത്തും സോണിക്കും ഒരു കപ്പിളാണ്, അല്ല അവർ ഇതിലോട്ട് കപ്പിളായില്ല എന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. നോർത്ത് ആ ടൈമിന് ബേബിയുടെ അടുത്ത് ഞാനും സോണിക്കും ഇപ്പോൾ ഒഫീഷ്യലി കപ്പിളാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ബേബി ആണെങ്കിൽ ചാർലിനെ അവൻ പ്രാക്ടീസ് ചെയ്യുന്ന കാറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട് ആ കാറിൽ ഇരുന്ന് നോക്കാനൊക്കെ പറയുന്നുണ്ട്. ഇരിക്കുന്ന ടൈമിന് ചാർലിക്ക് 2-3 ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. ബേബി അപ്പോൾ സന്തോഷിച്ചിട്ട് നിനക്കെല്ലാം ഓർമ്മ വന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ചാർലി അപ്പോൾ ഇല്ല ജസ്റ്റ് എന്തോ 1-2 കാര്യങ്ങൾ ഓർമ്മ വന്നു എന്ന് പറയാണ്. അപ്പോഴും ബേബിക്ക് സങ്കടമാണ്, കാരണം അത്രമാത്രമേ ഓർമ്മ വന്നിട്ടുള്ളൂ. ഇതിലായിട്ട് താനാണ് ചാർലിയുടെ ബോയ് ഫ്രണ്ട് എന്നുള്ള ഓർമ്മ പോലും ചാർലിക്ക് ശരിക്കും വന്നിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ബേബി പിന്നീട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അലൻ വന്ന് ബേബിയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് ബേബിയുടെ അടുത്ത് കുഴപ്പമില്ല എല്ലാം ഓക്കെ ആവും എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ അലൻ ചോദിക്കുന്നുണ്ട് ചാർലിനെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഓർമ്മ തിരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ അത് നീ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ബേബി ഇപ്പോൾ എന്താണെങ്കിലും ചെയ്യും, എൻ്റെ ജീവൻ കൊടുക്കാൻ വരയ്ക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് അലൻ്റെ അടുത്ത് നിൻ്റെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അലനപ്പോൾ ഇല്ല ഞാൻ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ എന്ന് പറയാണ്. ആ ടൈമിന് തന്നെ പീറ്റാണെങ്കിൽ അലൻ്റെ ചെവിയുടെ പുറകിൽ ഒരു മാർക്കുണ്ട്, അലനാണെങ്കിൽ ടോണിനെ കാണാൻ പോയിട്ടുണ്ടാകും എന്ന് ബേബിയുടെ അടുത്ത് നേരത്തെ പറഞ്ഞു തോർത്തിട്ട് അവനാണെങ്കിൽ അലൻ്റെ ചെവിയുടെ ബാക്കിൽ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആ ഒരു മാർക്ക് അവൻ കാണുന്നുണ്ട്. അവനും ശരിക്കും സംശയമാവുന്നുണ്ട് ഇനി ശരിക്കും അലനെങ്ങാനും ടോണിയുടെ കൂടെ കൂടിയിട്ടുണ്ടാകുമോ എന്ന്. എന്തായാലും പിന്നീട് തിരിച്ച് ബേബി വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ചാർലി ആണെങ്കിൽ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കായിരുന്നു. ബേബി അപ്പോൾ പറയുന്നുണ്ട് നീയാണെങ്കിൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്ന്. ചാർലി അപ്പോൾ എന്തോ എനിക്ക് കുക്ക് ചെയ്യണമെന്ന് തോന്നി, എൻ്റെ ഓർമ്മയില്ലെങ്കിൽ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ഉണ്ടാക്കിയ ഫുഡ് ബേബിക്ക് കൊടുക്കുകയാണ്. അത് സ്പെഗറ്റി ആയിരുന്നു, അത് ബേബിയുടെ ഫേവറേറ്റ് ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ബേബി ചോദിക്കുന്നുണ്ട് നീ എന്താ ഇതുണ്ടാക്കിയത്, നിനക്കെല്ലാം ഓർമ്മ വന്നു ചോദിക്കുമ്പോൾ ചാർലി ആണെങ്കിൽ ഇല്ല പക്ഷേ എനിക്കെന്തോ ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ചാർലിക്ക് ചെറുതായിട്ടാണെങ്കിൽ ഓരോന്നോരോന്ന് ഓർമ്മ വരുന്നുണ്ടിട്ട് ബേബിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ബേബി ചാർലിനെ കിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിന് തന്നെ ചാർലി പറയുന്നുണ്ട് എനിക്കെല്ലാം തിരിച്ച് ഓർക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ബേബി അപ്പോൾ അതിനെന്താ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമല്ലോ
കുഴപ്പമില്ലല്ലോ എന്ന് പറയാണ്. അടുത്ത് കാണിക്കുന്ന കെൻറ്റേനെയാണ്. ഇപ്പോൾ ടോണിയാണെങ്കിൽ കെൻറ്റേനെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ട് ആ ഒരു കസേരയിൽ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എൻ്റെ അപ്പോൾ തൻ്റെ കൈ കൊണ്ട് തന്നെ താൻ എന്നെ കൊല്ലാൻ പോവാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ടോണിയാണെങ്കിൽ ഞാൻ നിന്നെ കൊല്ലാനൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം കെൻറ്റയാണെങ്കിൽ എൻ്റെ ദേഹത്ത് പവറൊന്നും കയറത്തില്ല എന്ന് പറയുമ്പോൾ ടോണിയാണെങ്കിൽ ചെയ്ത് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനെ ഷോക്ക് അടിപ്പിക്കുന്നുണ്ട്. ആ ഒരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത് അലനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ കിമ്മ് കോൾ ചെയ്തിട്ട് ഇതുവരെയായിട്ട് കെൻറ്റേനെയും ഡീനെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് നീ ഒന്നും ചെയ്തില്ലേ, ഞാനാണെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്, ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് നിൻ്റെ ഫോൺ സംസാരിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ബേബി അങ്ങോട്ടേക്ക് വന്നിട്ട് സംസാരം കേൾക്കുന്നുണ്ട്. ബേബി ചോദിക്കുന്നുണ്ട് ഡീനെയും കെൻറ്റേനെയും നീ കണ്ടോ, അവരാണെങ്കിൽ ടോണി പിടിച്ചു വെച്ചൊക്കെയല്ലേ, നീ എങ്ങനെയാണ് അവരെ കണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അലൻ അങ്ങനെ സത്യം തുറന്ന് പറയുന്നുണ്ട്. ഞാനാണെങ്കിൽ ടോണിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു, അത് ഡീനെയും കെൻറ്റേനെയും എങ്ങനെയും രക്ഷിക്കണമെന്ന് കരുതിയിട്ടാണ്, ഞാൻ അവനെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ബേബി അപ്പോൾ അത്ര എളുപ്പത്തിൽ ടോണിയാണെങ്കിൽ അവരെ വിട്ടു തരത്തില്ലല്ലോ, പകരം നീ എന്തെങ്കിലും അയാൾക്ക് കൊടുത്തോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ ചാർലിയുടെ ബ്ലഡ് ഞാൻ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആട്ടേന് ബേബി നിനക്കെന്താ വട്ടാണോ, പിന്നെ നിൻ്റെ ചെവിയുടെ പുറകുള്ള മാർക്ക് ഞാൻ കണ്ടതാ, നീയാണെങ്കിൽ അവരെ കൊണ്ട് നിൻ്റെ ദേഹത്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യിപ്പിച്ചോ, എന്തിനാ നീ അങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ എനിക്ക് ആ ഒരു സർജറി ചെയ്യണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എങ്ങനെയാലും എൻ്റെ ബോഡി ഒന്ന് ഓക്കെ ആക്കണമെന്ന് കരുതിയിട്ടാണ് ഞാനാണെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് നിന്ന് കൊടുത്തത്, പിന്നെ ഈ പ്രശ്നം ഞാനായിട്ട് തുടങ്ങിയതല്ലേ, ഞാൻ തന്നെ അവസാനിപ്പിച്ചോളാം എന്നിങ്ങനെ പറഞ്ഞിട്ട് അലനാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് ടോണിനെ കാണിക്കുമ്പോൾ ടോണിയുടെ ആ ഒരു ലാബിലേക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവർ കുറച്ച് സൊസൈറ്റിയിൽ കുറച്ച് പേരൊക്കെ ഉള്ള പോപ്പുലാരിറ്റി ഉള്ള കുറച്ച് റിച്ച് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരെയൊക്കെ ഇപ്പോൾ വന്നിട്ട് ടോണി മീറ്റ് ചെയ്യുന്നുണ്ട്. കെൻറ്റേനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്നറപ്പോൾ കെൻറ്റേയുടെ അടുത്ത് വന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ച് കെൻറ്റേയുടെ ദേഹത്ത് അത്രയും മുറിവുണ്ടാക്കുകയാണ്. എന്നാൽ ആ ഒരു മുറിവെല്ലാം ഉണങ്ങി പോകുന്നുണ്ട്. കെൻറ്റയ്ക്ക് കിട്ടിയ പവർ അതാണ്, അവനാണെങ്കിൽ മുറിവുകളേറ്റാലും അതെല്ലാം തന്നെ ഉണങ്ങിപ്പോവും. എന്നിട്ട് പറയുന്നുണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ സക്സസ്ഫുൾ ആയിരിക്കുകയാണ്, നമുക്കിതുപോലെ പവറുള്ള ആൾക്കാരൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഹെൽപ്പും കൂടെ വേണം, നമുക്കെല്ലാവരെയും കൺട്രോൾ ചെയ്യണമെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അവരപ്പോൾ ടോണിയുടെ അടുത്ത് എന്താണ് ടോണിയുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ താനാണെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു വാക്സിൻ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം വച്ചാലോ എന്ന് വിചാരിക്കുന്നുണ്ട്, എനിക്ക് അതിൽ നിങ്ങൾ ആരെങ്കിലും സ്പോൺസർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മേ ബി വാക്സിൻ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പോകുന്നത് ആ ഒരു മരുന്നിൻ്റെ എന്തൊരു സംഭവമായിരിക്കും, അറിയത്തില്ല എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന്. എന്തായാലും പിന്നീട് കാണിക്കുന്നത് ബേബി നൈറ്റ് വീട്ടിൽ നിന്ന് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. കാരണം ഇപ്പോൾ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താ ഇങ്ങനെ ഡ്രിങ്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ബേബിയാണെങ്കിൽ ചെയ്യണമെന്ന് തോന്നി, സാധാരണ ഞാനിങ്ങനെ ഡ്രിങ്ക് ചെയ്യുമ്പോഴത്തേക്കും എന്നെ തടയാനായിട്ട് ഒരാളുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അയാളില്ലെന്ന് പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിക്കുന്ന ചാർലിനെ തന്നെയാണ്. ആ സമയം ചാർലിയാണെങ്കിൽ എങ്കിൽ പിന്നെ ഇത്തവണ ഞാൻ നിങ്ങളെ തടയട്ടെ, എന്തോ ഒരുമാതിരി ഇരിക്കുന്നു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ബേബിയാണെങ്കിൽ നിൻ്റെ ഓർമ്മ നഷ്ടപ്പെടുന്നതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഒത്തിരി പ്ലാനിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പല കാര്യങ്ങളും ചെയ്യണമെന്നൊക്കെ, പക്ഷെ അതിന് നടക്കുമെന്ന് തോന്നുന്നില്ല, എന്തോ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ബേബി അവിടെ തന്നെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാർലി ഒരു ഷീറ്റൊക്കെ കൊണ്ടുവന്ന് അവന് മൂടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചാർലിയുടെ ടേബിളിലേക്ക് അവൻ ചെല്ലുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അവൻ്റെ ഒരു ബാഡ്ജ് അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് അത് എടുത്ത് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ അവൻ തന്നെ ഒരു പേപ്പറിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അതാണെങ്കിൽ ഉടനെ തന്നെ അവൻ്റെ ലാപ്ടോപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ അവനൊരു വീഡിയോ കിട്ടുന്നുണ്ട്. അത് പ്ലേ ചെയ്യുമ്പോൾ ചാർലി തന്നെ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെ ചാർലി പറയുന്നുണ്ട് ഈ വീഡിയോ നീ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞെന്നാണ്. നിൻ്റെ ഓർമ്മ നഷ്ടപ്പെടാൻ കാരണം നിൻ്റെ ദേഹത്ത് ഇപ്പോൾ ഒത്തിരി പവേഴ്സ് ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഒരു കാര്യം നീ എന്തായാലും മറക്കരുത്, നിൻ്റെ ഇപ്പോഴത്തെ മിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പവർ നശിപ്പിക്കുന്ന മരുന്ന് കണ്ടുപിടിക്കുക. പിന്നെ എക്സാൻ്റെ ടീമിലുള്ള ആരെയും തന്നെ നീ മറന്നു പോകരുത്, പ്രത്യേകിച്ച് ബേബേനെ നീ ഒരിക്കലും മറക്കരുത്, ബേബേനെ നീ പ്രൊട്ടക്ട് ചെയ്യാൻ വേണമെന്ന് പറയുന്നുണ്ട്. ശേഷം അടുത്ത ദിവസം രാവിലെ പീറ്റും ക്രിസും എല്ലാവരും കൂടി ഇന്ന് സംസാരിക്കുകയാണ്. ആ ടൈമിന് വേയാണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ കയ്യിൽ കൊടുത്തൊരു താക്കോല് എൻ്റെ പീറ്റിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഏതോ ഒരു എപ്പിസോഡിൽ കണ്ടതാണ്. എന്തായാലും ആ ഒരു താക്കോൽ ഇപ്പോൾ ബാക്കിയുള്ളവരെ കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇതുപോലെ വേ കൊടുത്തതാണ്, ഈ താക്കോലിനെ പിന്നിൽ എന്തെങ്കിലും ഒരു ഇത് കാണും, ഇത് മിക്കവാറും ടോണിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം തുറക്കുന്നതായിരിക്കും. എന്തായാലും അതെന്താണെന്ന് കണ്ടുപിടിക്കണം, എന്നാലേ നമുക്കിനി ബാക്കി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ചാർലിയുടെ പവറും വേണ്ടി വരും. ജെഫിൻ്റെ പവർ ഇപ്പോൾ ചാർലിയുടെ കയ്യിലല്ലേ ഉള്ളത്, അത് വെച്ചിട്ട് ഫ്യൂച്ചർ കണ്ടിട്ട് അല്ലെങ്കിൽ വിഷം വെച്ച് നോക്കിയിട്ട് ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ജെഫ് പറയുന്നുണ്ട് അത് സാധനങ്ങളിൽ വർക്കാവുമെന്ന് എനിക്കറിയത്തില്ല എന്ന്. ക്രിസ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ജെഫാണെങ്കിൽ ചാർലിയുടെ അടുത്തേക്ക് പോയിട്ട് നീ ആ താക്കോൽ നിൻ്റെ കയ്യിൽ പിടിക്കണം, നിനക്ക് കുറച്ച് വിഷൻസ് ഒക്കെ വരും, ചിലപ്പോൾ നിനക്ക് തലവേദന എന്തെങ്കിലുമൊക്കെ പെയിൻ ഫീൽ ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ബേബി ഇവനാ റിസ്ക് എടുക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. എന്നാൽ ചാർലി അത് മാത്രമല്ലേ വഴിയുള്ളൂ, ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ താക്കോൽ കൈ പിടിക്കുമ്പോൾ അവൻ എന്തൊക്കെയോ വിഷൻസ് വരുന്നുണ്ട്. അതേ ടൈമിന് അലനാണെങ്കിൽ ഇപ്പോൾ ടോണിനെ കാണാനായിട്ട് പോയിക്കുകയാണ്. ടോണിനെ കാണുമ്പോൾ അലൻ പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ഡീല് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണെന്ന്. ആ സമയം ടോണിയാണെങ്കിൽ അലനെ ഷോക്ക് അടിപ്പിച്ചിട്ട് അത്ര എളുപ്പത്തിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുമെന്ന് നിനക്ക് തന്നെ തോന്നുന്നുണ്ടോ, എൻ്റെ ആ ഒരു എക്സ്പെരിമെൻറ്റിൽ നീയും പങ്കെടുത്തതല്ലേ, എൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. ആ ടൈമിൽ അലൻ പെട്ടെന്ന് അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കത്തി എടുത്തിട്ട് ടോണീനെ കുത്തുന്നുണ്ട്, നല്ലപോലെ കുത്തുന്നുണ്ട്. അയാളാണെങ്കിൽ താഴേക്ക് ചെന്ന് വീഴുന്നുണ്ട്, മരിച്ച പോലെയാണ് അയാൾ വീണ് കിടക്കുന്നത്. ഇതേ ടൈമിന്
ചാർലി കണ്ട വിഷൻ അനുസരിച്ച് അവരേത് സ്ഥലമാണോ കണ്ടത് അവർ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ള ഒരു ഡ്രോയറിൽ ഇവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു താക്കോൽ ഉപയോഗിച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. തുറന്നു വരുന്നതുകൊണ്ട് അവർക്ക് അതിൽ നിന്നൊരു റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് ആദ്യം തന്നെ ക്രിസ് ആണ് വായിക്കുന്നത്. അങ്ങനെ ക്രിസ് അതിൽ വായിച്ചു നോക്കിയിട്ട് എല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട് ഇതിൽ ടോണിയുടെ പവർ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ആ സമയം ബേബി അയാൾ എക്സ്പെരിമെൻറ്റ് അയാളുടെ ദേഹത്തിന് ട്രൈ ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഇല്ല, ടോണി ജനിച്ചപ്പോഴേ അയാൾക്ക് ഈ പവർ ഉണ്ട്, പക്ഷേ ഈ ഒരു പവറുള്ള കാര്യം ആർക്കും അറിയത്തില്ലെന്നാണ് തോന്നുന്നത്. ടോണിക്ക് മരിച്ചു കഴിഞ്ഞാലും തിരിച്ച് ജീവനോടെ വരാൻ പറ്റും. അയാൾക്കാണെങ്കിൽ പക്ഷേ അതിൽ കുറേ ലിമിറ്റ് ഉണ്ട്. അയാളുടെ പൾസ് നിൽക്കുന്നതിന് മുന്നേ തന്നെ അയാളുടെ ബ്ലഡ് അയാളുടെ ഉള്ളിലേക്ക് പോകണം, എന്നാൽ മാത്രമേ അയാൾക്ക് ജീവനോടെ എഴുന്നേറ്റ് വരാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇതേ ടൈമിൽ ടോണിനെ കാണിക്കുമ്പോൾ അലനാണെങ്കിൽ അയാളെ കുത്തിയിട്ടതാണ് താഴേക്ക്. എന്നാൽ ആ സമയത്ത് ബ്ലഡ് എല്ലാം അയാളുടെ മുഖത്തേക്ക് തെറിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് അയാളുടെ വായിലേക്കും പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ലിമിറ്റ് അനുസരിച്ച് തന്നെ അത് അയാളുടെ ഉള്ളിൽ പോയതുകൊണ്ട് അയാളുടെ പൾസ് നിൽക്കുന്നതിന് മുന്നേ തന്നെ ടോണിക്ക് തിരിച്ച് ജീവൻ വരുന്നുണ്ട്. അയാളാണെങ്കിൽ അലനെ വീണ്ടും ഷോക്ക് അടിപ്പിച്ചിട്ട് നിന്നെ കൊണ്ട് എന്നെ കൊല്ലാൻ പറ്റുന്നതാണോ നീ വിചാരിച്ചത് എന്നും ചോദിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കുറേ ടൈം കഴിയുമ്പോഴത്തേക്കും ബേബിയുടെ വീട്ടിലേക്ക് ആരോ വരുന്നതാണ്. ആ സമയം ഡോർ ഓപ്പൺ ചെയ്യുന്നത് ചാർലിയാണ്. അതേസമയം ബേബി ചോദിക്കുന്നുണ്ട് ആരാ വന്നേന്ന്. അങ്ങനെ അവൻ താഴേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും ടോണി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചാർലിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ ടോണി ആരാന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ബേബി നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ആട്ടനും ടോണി ആണെങ്കിൽ ബേബിയുടെ അടുത്ത് നീ എൻ്റെ കൂടെ തിരിച്ചു വരണം, എനിക്ക് ഫോഴ്സ് ചെയ്ത് നിന്നെ കൊണ്ടുപോകാൻ താല്പര്യമില്ല, നീയായിട്ട് എൻ്റെ കൂടെ വരണമെന്ന് പറയുന്നുണ്ട്. ആട്ടന് ബേബി നോക്കുമ്പോഴാണ് ടോണി ആണെങ്കിൽ അരനെ പിടിച്ചുകൊണ്ട് വെച്ചേക്കുന്നതൊക്കെ കാണുന്നത്. ടോണി ബേബിയുടെ അടുത്ത് പറയുന്നുണ്ട് നീയും ചാർലിയും എൻ്റെ കൂടെ വന്നാൽ മാത്രമേ ബാക്കിയുള്ള എല്ലാവരും സേഫ് ആയിട്ടിരിക്കത്തുള്ളൂ, ഡീൽ സിമ്പിളല്ലേ, നീ എൻ്റെ അടുത്തോട്ട് വരണം, ബാക്കി എല്ലാവരും ഹാപ്പി ആയിട്ട് ജീവിക്കും, വേറൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അലനാണെങ്കിൽ ബേബിയുടെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ടോണി ആണെങ്കിൽ അലനെ ഷോക്ക് അടിപ്പിക്കുന്നുണ്ട്. ആ സമയം ടോണി പറയുന്നുണ്ട് ബേബിയുടെ അടുത്ത് നീയാണെങ്കിൽ എപ്പോഴാണോ വരാൻ ഒരുങ്ങുന്നത് എന്നെ അറിയിച്ചാൽ മതി, ഞാൻ ഒരാളെ വിടാമെന്ന് പറഞ്ഞിട്ട് ടോണി ആണെങ്കിൽ അലനെയും കൊണ്ടങ്ങ് പോകുന്നുണ്ട്. ആ ടൈമിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ചാർലി ചോദിക്കുന്നുണ്ട് നിങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ടോണി എന്ന് പറഞ്ഞ ആൾ അയാളാണോ എന്ന്. ബേബി അപ്പോൾ അതേന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശേഷം ബേബിയും ചാർലിയും നോർത്തും ജെഫും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നിട്ട് ഈ ഒരു നടന്ന സംഭവത്തിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ജെഫ് പോലും ഇതുപോലെ അലനാണെങ്കിൽ ടോണിയുടെ അടുത്ത് പോയെന്നും അവൻ്റെ ബോഡിയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്തെന്നൊക്കെ അറിയുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട് അറിഞ്ഞത് വെച്ചിട്ട്. എല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പീറ്റ് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പുതിയ സംഭവം ഇറക്കിയിട്ടുണ്ട്, ടോണി പെട്ടെന്ന് ഇറക്കിയതാണ് ഒരു വാക്സിൻ കൊടുക്കുന്ന ക്യാമ്പയിൻ. എനിക്കൊന്ന് ഡൗട്ട് വന്നിട്ട് ഇങ്ങനെ അന്വേഷിച്ചു, അപ്പോൾ അറിയാൻ പറ്റിയത് ഇയാളാണെങ്കിൽ വാക്സിൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പോകുന്നത് ഇയാളുടെ ആ മരുന്ന് തന്നെയാണ്. ഒറ്റയടിക്ക് ഒരുപാട് ആൾക്കാരെ ഇയാളുടെ വരുതിയിൽ എത്തിക്കാനാണ് ശ്രമം. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഓരോരോ പവർ കിട്ടും, അത് നമുക്ക് എങ്ങനെയും തടയണമെന്ന് പറയുന്നുണ്ട്. ടോണിക്കപ്പോൾ നമുക്കതിന് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ബേബി ആണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ബേബി ആണെങ്കിൽ നേരെ പീറ്റിൻ്റെ ലാബിലേക്ക് പോകുന്നതാണ്. വില്ലീനെ ഇപ്പോഴും അവിടെ കെട്ടിയിട്ടേക്കുമായിരുന്നു. വില്ലീനെ അവിടെ നിന്ന് പുറത്തേക്ക് അവൻ കൊണ്ടുവരുന്നുണ്ട്. വില്ലി അപ്പോൾ എന്താ എന്നെ കാണാൻ വന്നത്, എന്നെ മിസ് ചെയ്യുന്നുണ്ടോ, നിൻ്റെ ബോയ് ഫ്രണ്ട് നീ എന്നെ കാണാൻ വന്ന് നിനക്ക് അറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. ആട്ടന് ബേബി ആണെങ്കിൽ ഇതിലോ ടോണി ഒരു ക്യാമ്പയിൻ നടത്താൻ പോകുന്ന കാര്യം നിനക്ക് അറിയാമായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും വില്ലി അറിയാമെങ്കിൽ ഇപ്പോൾ നിനക്ക് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ബേബി അപ്പോൾ നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റും, നീ പെട്ടതുപോലെ ബാക്കിയുള്ള ജനങ്ങളും പെടണമെന്ന് നിനക്ക് ആഗ്രഹമില്ലല്ലോ, അപ്പോൾ പിന്നെ നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ കെട്ടഴിച്ച് വിടുന്നുണ്ട്. ആ ടൈമിന് വില്ലിയാണെങ്കിൽ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല, തന്നെ അഴിച്ചു വിട്ടതിന് താങ്ക്സ് എന്ന് മാത്രം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ബേബിയും ചാർലിയും കൂടെ ആയിട്ട് പീറ്റിൻ്റെ ലാബിലോട്ട് കയറി പോകാൻ നിൽക്കുന്ന ടൈമിലാണെന്ന് തോന്നുന്നു. അങ്ങോട്ടേക്ക് വിന്നർ വരുന്നുണ്ട്. വന്നിട്ട് ചാർലിയുടെ അടുത്തും ബേബിയുടെ അടുത്തും വണ്ടി കയറാൻ പറയുന്നുണ്ട്. ബേബിക്കൊന്ന് പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം തടയുന്നില്ല. അവൻ ചാർലിയുടെ കൈയും കിട്ടിയിട്ട് ചാർലിനെയും കൊണ്ട് വിന്നറിൻ്റെ കൂടെ ആ കാറിൽ കയറി പോകുന്നുണ്ട്. അങ്ങനെ അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ എൻഡ് ആവുകയാണ്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ